12ാമത്തെ വയസ്സോട്ട് നീ കരഞ്ഞ കണ്ണീരിന് നിനക്ക് തന്ന വിലമതിക്കാനാവാത്ത സമ്മാനമാ നീ മഹിയെന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി. അവൾക്ക് ചുറ്റിനും ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നീ അവളെ അടക്കി പിടിക്കണം. അങ്ങനെയെങ്കിലേ അതിന്റെ ഇരട്ടി കരുതലും സ്നേഹവും അവൾ നിനക്ക് തന്നിരിക്കും. ഇന്നത്തെ കാലത്ത് ഞങ്ങൾ പെൺകുട്ടികൾ കുറച്ച് പെശക. ആണിന്റെ അടിമയാകാനൊന്നും ഞങ്ങളെ കിട്ടില്ല. ആ നേരത്ത് ലക്ഷ്മിയെ കിട്ടിയത് കണ്ണേട്ടന്റെ മഹാഭാഗ്യ. അങ്ങനെ തന്നെ എന്റെ വിശ്വാസം. എന്നാ പിന്നെ യാത്രയില്ല. ജർമ്മനിയിലെ താമസം മതിയാവുമ്പോ ഒരു കോമ്പൗണ്ടില് നമുക്ക് 3 സുഹൃത്തുക്കൾക്കും 3 വില്ലകൾ വെച്ച് അടുത്തടുത്ത് താമസിക്കാം. അവിടെ ഓടിക്കളിക്കാൻ നിന്റെ 2 മക്കളുണ്ടല്ലോ. അവരെ ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ കരുതി താലോലിച്ചോളാം. അവരെ കണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ സന്തോഷിച്ചോളാം. ശരിയെന്നാ. ഓരോ യാത്ര പറച്ചിലും വേദനയാ. ഇനിയിപ്പോ അനന്തലേഖം വരുമല്ലോ മറ്റൊരു യാത്ര പറച്ചിലിന്. ശരി, ഓക്കേടാ. എത്തിയോ? നീ ചെറുപ്പത്തിലേ നിന്റെ പെമ്മക്കളെക്കാളും സുന്ദരിയായിരുന്നു. ഇപ്പൊ പിന്നെ നിന്റെ കൊള്ളരാത്ത സ്വഭാവം കാരണ നീ ഒന്ന് മങ്ങിപ്പോയെ. എങ്കിലും ആ സൗന്ദര്യം കണ്ടിട്ടാ 1ാം കെട്ടുകാരനായ ഞാൻ നിന്റെ 2ാം കെട്ടുകാരനായത്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? അല്ല, അത്യാവശ്യം ലോറിയൊക്കെ ഓടിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി പ്രതാപശാലിയായ ഈ പ്രതാപനെ മോഹിനിയായ നീ മോഹിപ്പിച്ച കഥയാ ഞാൻ ഈ പറയുന്നത്. അന്നു തൊട്ടേ നിനക്ക് ഇങ്ങനൊരു ശീലമുണ്ട്. വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രം നിനക്ക് തൃപ്തി വരില്ല. പോയി അമ്പലനടയിൽ അങ്ങ് നിൽക്കും. അതും ദേവിമാരെക്കാളും നിനക്കിഷ്ടം ദേവന്മാരെയാ. അങ്ങനെ സുന്ദരികളായ സ്ത്രീകൾ ദേവന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും ചിലപ്പോൾ നിന്നെ പോലുള്ളവരോട് ഒരു ഇഷ്ടമൊക്കെ തോന്നൂടി. അങ്ങനെ ദൈവത്തെ പോലും വലയിലാക്കി വെച്ചിരിക്കുക നീ. അതുകൊണ്ടാ നിന്റെ ലക്ഷ്മി മോക്ക് നല്ലൊരു ജീവിതം കിട്ടിയതും എന്റെ മോക്ക് അവൾ ആഗ്രഹിച്ച ബന്ധം കിട്ടാതിരുന്നതും. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്ത ആർക്കും നല്ല ജീവിതം കിട്ടില്ല പ്രതാപേട്ട. എടേ, എന്റെ ജീവിതത്തിൽ ഞാൻ 2 തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതെന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, നിന്നെ കെട്ടുക. 2ാമത്തേത് അർഹതയിലായിരുന്നിട്ടും ഒരുത്തരോടൊപ്പം നിന്റെ മൂത്ത മോളെ കെട്ടിച്ചു വിട്ടതാ. നിനക്കേതായാലും നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേരാ മോഹിനി എന്ന്. 2 മക്കളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നിനക്ക് അമ്പലത്തിന്റെ പരിസരത്ത് ആരാധകരുണ്ടോന്നാ എന്റെ സംശയം. 3ാമതൊരു താലി കെട്ട് നടക്കുവോ മക്കൾക്ക് പിന്നാലെ? അതെന്തൊന്നും ചെയ്യാ? അതിങ്ങനെ പുച്ഛിച്ച് തള്ളല്ലേ. അല്ല, എന്റെ ഭാര്യയുടെ കല്യാണ സദ്യ
എനിക്ക് ഉണ്ണേണ്ടി വരുമെന്നോ ഞാൻ ചോദിച്ചേ? നിങ്ങളെ പോലെയുള്ള ഒരാളുടെ നാവിനെ ഇതുപോലുള്ള സംസാരം പുറത്തു വരൂ. എന്നാലേ ഞാനും നീയൊക്കെ ഉണ്ണാൻ പോകുന്നതേ കല്യാണ സദ്യയല്ലടി, കോലച്ചോറാ, കോലച്ചോറ്. എന്താ മോളെ ഇത്? അമ്മ എന്റെ നെറ്റിയിൽ ചന്ദനം തുടണ്ട. ഞാൻ അമ്പലത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചത് മോൾക്ക് വേണ്ടിയിട്ടാ. അല്ല, അമ്മ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാ, ലക്ഷ്മിക്ക് വേണ്ടിയിട്ട്. രണ്ടാൾക്ക് വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എന്താ അവക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അച്ഛനറിയോ അമ്മ ഇപ്പൊ ദൈവത്തിന് മുന്നിൽ പോയി നിൽക്കുന്നത് എന്തിനാണെന്ന്? അവളുടെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കണം. അവർക്ക് രണ്ടാൾക്കും കൈ കോർത്ത് പിടിച്ചോണ്ട് നടക്കാൻ കഴിയണം. അതൊക്കെയാ അമ്മയുടെ മനസ്സിൽ. അതേപറ്റിയൊക്കെ എനിക്കറിയാലോ മോളെ. അമ്മ ഒരു കാര്യം ഓർത്തോ, ഞാൻ ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ കഴിഞ്ഞാലും അമ്മയ്ക്ക് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. വീൽ ചെയറിന്റെ സഹായം ഇല്ലെങ്കിൽ ഇരുന്ന് നിരങ്ങുന്ന മരുമോനെ ജീവിതകാലം മുഴുവനും കാണാൻ പറ്റൂ. ഇനിയിപ്പോ ഇരുന്ന് നിരങ്ങുന്നവനെ കാണാൻ പറ്റില്ല, ചിതയെ കിടന്ന് കത്തി അമരുന്നവനെ കാണാൻ പറ്റും. അച്ഛന്റെ മുത്തശ്ശിയുടെയും കൂടെ കൂടി നിന്റെ സ്വഭാവം ഇല്ലാതായിപ്പോയി മോളെ. ഇവളിലൊപ്പം കൂടിയ ഇവളുടെ മൂത്ത മോക്ക് മാത്രമേ ഇപ്പൊ നല്ല സ്വഭാവം ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാരും കെട്ടവരായിപ്പോയി. ഉണ്ണിമോനുമായി പിണങ്ങി പിരിഞ്ഞ് മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെയുള്ള മോളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിളപ്പിക്കാൻ ശ്രമിക്കുന്നത്? വെള്ളത്തിലെ അണുക്കൾ നശിക്കണമെന്നുണ്ടെങ്കിലേ അത് 100 ഡിഗ്രിയിൽ തിളക്കണം എന്നാ പറയുന്നത്. നമ്മുടെ രക്തം 100 ഡിഗ്രി തിളച്ചാലോ അത് പിന്നെ വലിയ പ്രശ്നമാ. രക്തം തലമണ്ടേ കയറിന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനൊരു അവസ്ഥയില ഞാനും മോളും ഒക്കെ. ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ദൈവങ്ങളെ വിളിച്ചാലുണ്ടല്ലോ, നമ്മുടെ ശത്രുക്കൾ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് നാശം ഉണ്ടാവുള്ളൂ. ഞാൻ ഒരിക്കലും എന്റെ മക്കളുടെ തകർച്ചയ്ക്ക് വേണ്ടി ദൈവങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാറില്ല. എന്നാൽ എന്റെ ലക്ഷ്മി മോളുടെ ജീവിതം കല്യാണത്തോടെ ഇല്ലാതായിട്ടും നിങ്ങൾക്ക് ആർക്കും തൃപ്തി കിട്ടിയിട്ടില്ല. ഇനിയും മോള് കണ്ണീര് കുടിക്കണം. അത് മാത്രം എല്ലാവരുടെയും മനസ്സിൽ. ഓ, എപ്പോഴൊരു ലക്ഷ്മി മോള്. അച്ഛാ, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ എന്നെ മുത്തശ്ശേരി അടുത്ത് കൊണ്ടുവിടാൻ? എനിക്കിപ്പൊ പോണം. ഈ സന്ധ്യ സമയത്ത് തന്നെ പോണം മോളെ, അതും കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുമ്പിലൂടെ പോണം. ഇവിടെ നിന്നാലേ ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മി ലക്ഷ്മി എന്നുള്ള പേര് കേൾക്കേണ്ടി വരും. എനിക്ക് ആ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല. എന്നാ പിന്നെ മോൾ റെഡി ആയിക്കോ, നമുക്ക് പോവാ. ഇവരൊക്കെ ദൈവത്തിന്റെ ആൾക്കാരാ, നമ്മളൊക്കെ അസുരന്മാരാ. അങ്ങനെയുള്ളപ്പോ ദേവന്മാരും അസുരന്മാരോട് ചേരത്തില്ല. അതുകൊണ്ടേ ഈ ദേവഗണങ്ങളുള്ള വീട്ടിൽ നിന്ന് നമ്മൾ അസുരന്മാർക്ക് അങ്ങ് ഇറങ്ങി കൊടുക്കാം. മോള് ചെല്ല്, റെഡി ആയിട്ട് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടോ. അപ്പോഴേ മോള് മാത്രമേ പോകുന്നുള്ളൂ. ഞാനിങ്ങ് തിരിച്ചു വരും കേട്ടോ. വേറെ ദേവന്മാരെ ആരും വീട്ടിലോട്ട് വിളിച്ചു വരുത്തരുതെന്നാ പറഞ്ഞേ.
എത്രയോ കണ്ണേട്ടാ? ഇനി 4-5 കിലോമീറ്റർ കൂടെ ഉണ്ട്. എളുപ്പ റൂട്ടിലാ വരുന്നേ. ആ, എന്റെ ഭാര്യയെ കാണാനുള്ള കൊതിയുണ്ട്. അവര് സന്തോഷത്തോടെ പിരിഞ്ഞായിരുന്നോ? സ്നേഹിക്കുന്നവർ തമ്മിലുള്ള വേർപിരിയില് സന്തോഷത്തോടെ അല്ലല്ലോ. ഉടനെ ഒത്തുകൂടാന്നുള്ള ഉറപ്പോടെ പോയത്. ഉം, ഇനിയിപ്പോ താനുണ്ടാക്കിയതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ, എന്തായി അവിടെ പരിപാടികളൊക്കെ? ഇവിടെ എല്ലാം കഴിഞ്ഞു. ഉണ്ടാക്കിയതൊക്കെ ഇപ്പൊ ടിന്നിലാക്കിക്കൊണ്ടിരിക്കുക. ശരിയടോ, ഞാൻ താഴ്ത്തി. ഓക്കെ, ശരി കണ്ണേട്ടാ. മോളെ മോളെ വാ, എന്തെങ്കിലും വന്ന് കഴിക്ക. എനിക്കൊന്നും വേണ്ട. മോൾ ഇന്ന് കരഞ്ഞതിന്റെ ഇരട്ടി മോളെ സന്തോഷിപ്പിക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വെറുതെ പറഞ്ഞാ മാത്രം പോരാ. അതിന്റെ കാരണം എന്താണെന്നും എനിക്കറിയണം. ഹ, കാരണമൊന്നുമില്ലാതെ അവൻ അങ്ങനെ പറയില്ലല്ലോ മോളെ. അതെന്താണെന്ന് പറഞ്ഞൂടെ? അതുകൊണ്ട് എന്താ കുഴപ്പം? അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. അവനും ഉണ്ണിയുടെ അമ്മാവനും കൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് മോളെ. ഇനി ഞാൻ ആ കമലേശ്വരൻ തറവാട്ടിൽ കാല് കുത്തണമെങ്കിൽ അതാ ലക്ഷ്മിയുടെ കരച്ചില് കണ്ടുകൊണ്ടാവണം. പക്ഷേ വലിയ മണ്ടത്തരമാ മോള് കാണിക്കുന്നേ. കണ്ണന്റെ കുറവുണ്ടല്ലോ, അതിനി ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. ഒരു കണക്കിന് ആലോചിച്ച 3 നേരവും ഭക്ഷണം കൊടുക്കുന്ന ഒരുത്തനെ കെട്ടിയാലും കണ്ണനെ പോലെ ഒരുത്തനെ കെട്ടാൻ ഒരു പെണ്ണും ആഗ്രഹിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. ആ വീട്ടിൽ ആര് വന്നാലും ഉണ്ണീട്ടന് ആരും ഒരു വിലയും കൊടുക്കുന്നില്ല. എല്ലാവർക്കും അയാളോടാ ഇഷ്ടവും ബഹുമാനവും ഒക്കെ. പുറത്തോട്ട് ഇറങ്ങിയാലും അത് തന്നെയാ സ്ഥിതി. സത്യം പറയാലോ മുത്തശ്ശി, ഉണ്ണീട്ടന് നല്ല കാശും പത്രാസും ഉള്ള ഫ്രണ്ട്സ് പോലും ഇല്ല. കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ വെറും ഒരു ജോലിക്കാരൻ മാത്രം ഉണ്ണിയേട്ടൻ. ചില നേരത്തെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. മോളെ മോളെ അതിനൊക്കെ മാറ്റം ഉണ്ടാവുന്നല്ലേ പ്രതാപം പറയുന്നേ. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാലോ. എന്തായാലും നിന്റെ സങ്കടം നിന്നേക്കാൾ വേദനയാ നിന്റെ അച്ഛന്. അതിനവൻ പരിഹാരം കാണാതിരിക്കില്ല. ആ എന്താ പ്രതാപ? എന്താവാനാ, എല്ലാം ഓക്കെ. അപ്പോഴേ ഇനി അധികം സംസാരമൊന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഈ മൊബൈൽ അങ്ങ് ഓഫാക്കി വെക്കുക. എന്നുവെച്ചാ ഫോണിലൂടെ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഒന്ന് തയ്യാറായിരുന്നോ കരയാൻ? അതൊക്കെ തകർക്കണം മാമേട്ടാ. ശരിയടോ.
എന്താ നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷം? ഇരുണ്ടുകൂടിയ മുഖത്ത് സന്തോഷം വരികയാണെങ്കിലേ അതിന് വ്യക്തമായ കാരണമുണ്ട്. കുറച്ച് കഴിയുമ്പോ മോളും അമ്മയും കൂടെ അങ്ങോട്ട് വന്നേര്, കമലേശ്വരത്തേക്ക്. അവിടെ എന്താ വിശേഷം? വിശേഷം എന്താണെന്നൊക്കെ നിങ്ങൾ അവിടെ വരുമ്പോ അറിയാം. എന്നാലും പറഞ്ഞിട്ട് പോക്കൂടെ? ഇപ്പോഴതൊന്നും പറയുന്നില്ല. പെണ്ണൊരുത്തിയെ കെട്ടിക്കാനുണ്ട്, ആണൊരുത്തനുള്ളവൻ കമലേശ്വരത്തുനിന്ന് പെണ്ണെടുക്കാനുണ്ട്. ഈ സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാ ഞാൻ. ആഗ്രഹങ്ങൾക്ക് മീതെ തീമഴയായിട്ടാ ഒരുത്തി വന്ന് കയറിയത്, മഹാലക്ഷ്മി. അവള് വന്നതോടെ പലരുടെയും പ്രതീക്ഷ തകർന്നുപോയി. ആ നിരാശയിലാണ് നമ്മുടെ മോൻ പോലും നടക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാത്തിനും ഒരു പരിഹാരം കാണണ്ടേ മോളെ? അതിനച്ഛൻ എന്തു പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നേ? അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഞാൻ പോയിട്ട് വരാം. കുറെ നേരമായിട്ട് ആരുടെയോ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു മോളുടെ അച്ഛൻ. ഇനി എന്താ ഉണ്ടായെന്ന് അറിയില്ലല്ലോ. എന്തായാലും ശരി, കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ വന്നവൾ ആ വീട് വിട്ട് എങ്ങനെയെങ്കിലും പോയാ മതിയായിരുന്നു. എനിക്കത്രേ ഉള്ളൂ. മോളെ, മോളെ, എന്താ അച്ഛാ? ചിരിക്കാതെ കാര്യം പറയച്ചാ. എടാ, നീ ഏതോ സന്തോഷ വാർത്തയും കൊണ്ട് വരുമെന്ന് അറിഞ്ഞിട്ടേ ആഹാരം പോലും കഴിക്കാതിരിക്കുക മോള്. ഇനി സ്വസ്ഥമായിട്ടിരുന്ന് എന്തെങ്കിലും കഴിക്കുമോളെ? നാളെ മുതൽ ഇനി മോളുടെ ദിവസങ്ങളാ. മോളാഗ്രഹിച്ചതുപോലെ ലക്ഷ്മിയുടെ കരച്ചില് മോക്കിനി എന്നും കാണാം. ദേ, അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കാരണം വ്യക്തമാവണം. അത് പറഞ്ഞാലേ ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കൂ. എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റൂ. ആണോ മോളെ? കണ്ണന്റെ പോരായ്മ എന്താണെന്ന് മോക്കറിയോ? ആ പോരായ്മയും വെച്ചുകൊണ്ട് അവൻ ഇത്രയും നാള് ആ വീടും കമ്പനിയൊക്കെ ഭരിക്കായിരുന്നു. ആ ഭരണം ഇന്ന് അവസാനിച്ചു. അവന്റെ കാറിലേക്ക് ഒരു ടിപ്പറങ്ങ് പാഞ്ഞു കയറി. യ്യോ,